അവനെ കൂടി പറഞ്ഞു വഴി തെറ്റിച്ച് കൊണ്ടുവന്നിരിക്കുക. അവൻ എന്നെ വെറും ഒരു സിസ്റ്ററിന്റെ സ്ഥാനത്ത് മാത്രമാ കാണുന്നത്. അവൻ എന്നോടത് തുറന്നു പറഞ്ഞതുവാ. എന്റെ മനസ്സിലും അങ്ങനെ തന്നെയാ. അവനെയും കൂടി ഓരോന്ന് പറഞ്ഞു വഴി തെറ്റിക്കുന്നത് ഈ കൊച്ചനും കുഞ്ഞമ്മയും കൂടിയാ. ഇവരുടെ ലക്ഷ്യം തന്നെ വേറെയാ. ആമി ഒരുപാട് വളം വെച്ച് കൊടുത്തതല്ലേ ഇവർക്ക്? എത്രയോ തവണ സാമ്പത്തിക തട്ടിപ്പിന് ഈ കൊച്ചനെ പിടികൂടിയതാ. പ്രമാണത്തിന്റെ കേസ്, പലിശക്കാരന്റെ കേസ്, പിന്നെ വേറൊരുത്തിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് 25 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ നോക്കിയില്ലേ? ഇനിയും ഉണ്ട് കേസുകള്. ആമിക്കറിയാലോ, തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരുത്തിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നില്ലേ? അറിയാന്ന് പറഞ്ഞവളെ. അത് ഇവര് കൊണ്ടുവന്ന് താമസിപ്പിച്ചതാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? എന്ത് തട്ടിപ്പാന്ന് എങ്ങനെ അറിയാമി? എന്ത് തോന്നിയാടി നീ പറയുന്നത്? അവളെ ഞങ്ങളാരും കൊണ്ട് താമസിപ്പിച്ചതല്ല. ആണ്, നിങ്ങൾ രണ്ട് ചുമന്നോണ്ട് വന്ന് താമസിപ്പിച്ചതാ. ആമിയാണെന്ന് ഞാൻ നോക്കത്തില്ല. വേണ്ടതിനും പറയരുത്. വേണ്ടതിനെ നിങ്ങൾക്കൊക്കെ കാണിക്കാല്ലേ? ഈ റിയ എന്ന് പറഞ്ഞ പെണ്ണിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്തിനാ? ബാലുന്റെ ഷെയർ വാങ്ങിച്ചെടുക്കാൻ കോടികൾ കൊടുക്കണമെന്ന് അവൾക്ക്. ഒരു കൊച്ചിനെ ചുമന്നോണ്ട് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു. അത് ബാലുന്റെ കൊച്ചാണെന്ന് അവൾ എന്നോട് പറഞ്ഞതാ. ബാലുന്റെ ഷെയർ കൊടുത്തില്ലെങ്കിൽ ഈ കല്യാണം മുടക്കുന്ന അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നേ. അത് നിങ്ങൾ പറയിച്ചതല്ലേ? അല്ലേ? എന്നിട്ട് ഇപ്പൊ അവളെവിടെ? വാരിക്കെട്ടി പോയല്ല. എന്റെ അപ്പുമോള് സിദ്ധു സാറും കൂടി അവളെ കോടതിയിൽ സ്റ്റേഷനിൽ കേറ്റെന്ന് പറഞ്ഞപ്പോ വാരിക്കെട്ടി ഇവിടുന്ന് പോയി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? മധുവന്റെ കേട്ടോ? ആണ്, ആമി പറഞ്ഞത് സത്യവാ. നിങ്ങൾ കൊച്ചനും കുഞ്ഞമ്മയും ചേർന്ന് അവളെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഈ കൽത്തോട്ടത്തിലെ സമ്പാദ്യം മുഴുവൻ നിങ്ങളുടെ കയ്യിൽ വരാൻ. കൽത്തോട്ടത്തിലെ സ്വത്തും എന്റെ സ്വത്തും നിങ്ങളുടെ കയ്യിൽ വന്നു ചേരണം. അതിന് നിങ്ങൾ ഇറക്കിയ അടുത്ത തുറുപ്പ് ചീട്ടാ ഈ ശരത്തും. ഞങ്ങള് സംസാരിക്കുന്നത് ഇവന്റെ കല്യാണക്കാരിയാ. ആണാ? അങ്ങനെയാണെങ്കിലേ ആണുങ്ങളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലേ ഇവനോടൊന്ന് സംസാരിക്കാൻ പറ. എന്താ നോക്കി നിക്ക? അങ്ങോട്ട് ചെല്ലേ. പഴമണിങ്ങി നിക്കാതെ കാര്യങ്ങൾ പോയി സംസാരിക്കും. ചേട്ടനാ പോലും. പപ്പ ആദ്യം തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ പ്രതിഭ നീയുമായിട്ടുള്ള വിവാഹം നടക്കും. ഈ വീട്ടിൽ വെച്ച് തന്നെ. മുന്നുമായിട്ടുള്ള വിവാഹം കഴിക്കാൻ പറഞ്ഞ പപ്പ തന്നെയാ. ആ പപ്പ തന്നെ അത് മാറ്റി പറഞ്ഞത്. മുന്നുമായിട്ടുള്ള കല്യാണം വേണ്ടാന്ന്. നീ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പപ്പയെ കൊണ്ടത് മാറ്റി പറയിച്ചല്ലേ? നിന്റെ സ്റ്റാഫിനെ കല്യാണം കഴിച്ച് ഈ കുടുംബത്ത് വന്നു കയറാന്ന് നീ വിചാരിക്കണ്ട. ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. ഇങ്ങനെ പറയാനിപ്പോ എന്റെ പപ്പയ്ക്ക് മാത്രമേ കുടുംബത്ത് അധികാരമുള്ളൂ. പിന്നെ എന്റെ മമ്മിക്കും. ചേട്ടന്റെ സ്വന്തം കുടുംബം നോക്കിയാൽ മതി. എനിക്കൊരു കുടുംബം ഉണ്ടാവണമെന്നും അത് നന്നാക്കി കൊണ്ടുപോകണം എന്നുള്ളതും എന്റെ ആവശ്യവും. അതുകൊണ്ട് എല്ലാരോടുമായിട്ട് പറയോ, അപർണ എനിക്കിഷ്ടോ, അവക്ക് എന്നെ. അവരുടെ വീട്ടുകാരെ അതിനുള്ള സമ്മതം തന്നിട്ടുണ്ട്. ഇവിടെ എന്റെ പപ്പയും മമ്മിയും സമ്മതിച്ചിട്ടുണ്ട്. എന്ന് മോതിരം മാറണം, എന്ന് കല്യാണം കഴിക്കണമെന്ന് ഞാനായിട്ട് തീരുമാനിച്ചോളാം. ഇപ്പൊ കുറച്ചാള് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്. അതും കൂടെ കഴിഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരുടെ സൗകര്യം നോക്കി, രണ്ട് കുടുംബങ്ങളുടെ സൗകര്യം നോക്കി വിവാഹം. അതിന് മമ്മിയും പപ്പയും എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. അങ്ങനെ നിന്റെ തന്നിഷ്ടത്തിന് തീരുമാനിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മമ്മയെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി നിശ്ചയിച്ചിട്ട തീയതി അനൗൺസ് ചെയ്തിട്ട് അവരെ കൂടി ആക്ഷേപിച്ച് എന്തിനാണെന്ന് മറുപടി പറയണം. എനിക്ക് നിങ്ങളുടെ അമ്മായിമ്മയോട് മറുപടി പറയേണ്ട കാര്യമില്ല. അത് പറയേണ്ടോടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയണം, നീ മറുപടി പറയണം. ഞങ്ങളുടെ കുടുംബക്കാരെ കുറിച്ച് നീ എന്താ വിചാരിച്ചേ? വെറും കോഴന്മാരാണെന്ന്. നീ നിന്റെ തന്തയെ കൂടി ഇങ്ങനെ കാണിച്ച ഞങ്ങൾ വെറുതെ ഇരിക്കുന്നാണോ വിചാരിച്ചേ? നീ ഇപ്പൊ പ്രഖ്യാപിച്ചല്ലോ അപർണ മുരളിയുമായിട്ട് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന്. ഈ അപർണയ്ക്ക് എന്റെ മോളെക്കാട്ടിൽ എന്ത് യോഗ്യതയാടാ ഉള്ളത്? സമാധാനമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയാ ഞങ്ങളുടേത്. ആ നശിക്കാൻ തുടങ്ങിയ ഫാമിലിയെ വീണ്ടും നാശത്തിലേക്ക് പോകണ്ടെന്ന് കരുതിയതുകൊണ്ടാ. പപ്പയ്ക്കും മമ്മിക്കും അത് ഉറപ്പുള്ളതുകൊണ്ടാ
ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത്. അല്ലാതെ നിനക്ക് മറ്റുള്ള കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ? മറ്റവളുടെ കൂടെ ജീവിക്കണോ വേണ്ടെന്നുള്ളത് പിന്നത്തെ കാര്യമോ. ഞാൻ ഈ ഞായറാഴ്ചത്തെ ചടങ്ങ് വേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അപർണ ഒരു നല്ല കുട്ടിയാ, മിടുക്കിയ. അവൾ ഈ കുടുംബത്ത് വന്നു കയറുന്നോണ്ട് യാതൊരു ദോഷവുമില്ല. അത് പപ്പയ്ക്കും അറിയാം, മമ്മിക്കും അറിയാം. പിന്നെ നിങ്ങളുടെ അത്രയും സാമ്പത്തിക സ്ഥിതിയൊന്നും അവർക്ക് ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ നിങ്ങളെക്കാൾ നല്ലൊരു മനസ്സും അന്തസ്സും ഉള്ളവരാ കൽത്തോട്ടത്തിൽക്കാര്. എന്നെ ആ പെൺകുട്ടിയെ കുറിച്ച് എന്തൊക്കെ അപവാദങ്ങളാണ് നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയത്? അപവാദങ്ങൾ ഞങ്ങൾ പറഞ്ഞുണ്ടാക്കിയെന്നോ? ആണോ? അവള് കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചു വെച്ച ചെറുക്കനെ കൊക്കെ കൊണ്ടുപോയി തള്ളുമ്പോ നീയും സാക്ഷിയായിട്ട് ഉണ്ടായിരുന്നു എന്നാ നാട്ടുകാര് പറയുന്നേ. ഇപ്പോഴും ആ ബന്ധം കൊണ്ടു നടക്കല്ലേ നീ? ജോലി വാങ്ങിക്കൊടുക്കുന്നു, കൊണ്ടു നടക്കുന്നു. ഇപ്പൊ കുടുംബക്കാരിയായി വാഴിക്കാൻ നോക്കുന്നു. പക്ഷെ അങ്ങനെ വാഴാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങള് പൊക്കിക്കൊണ്ടുവരും. ആ കേസേ ഞങ്ങള് പൊക്കിക്കൊണ്ടുവരും. അവളുടെ ഭർത്താവാകേണ്ട ബാലു എങ്ങനെയാ കൊക്കെ വീണെന്നുള്ളതിന്റെ കേസേ ഞങ്ങള് പൊക്കിക്കൊണ്ടുവരും. ഒന്ന് ചുമ്മാ ഇരിക്കാം ആന്റി. എന്തോന്ന് കേസ്? കേസൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തണ്ട. അങ്ങനെയാണല്ലേ ഒരു കേസിനുള്ള തെളിവൊക്കെ എന്റേലുണ്ട്. അപർണയെ വണ്ടി തട്ടി കൊല്ലിക്കാൻ നോക്കിയതിന്റെ ഫുൾ റെക്കോർഡ്, ഫുൾ പ്രൂഫ് കാണണോ? അതെന്റെ കയ്യിലുണ്ട്. അപർണയെ കൊണ്ട് DGPക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്ത് കോടതി സമർപ്പിച്ച ഈ നിമിഷം അറസ്റ്റ് വാറന്റ് വരും. സൊനാലിയിലെ മരുമകളെ അമ്മയും ഈ വീട്ടിന്റെ മുമ്പിൽ നിന്ന് പോലീസ് കൊണ്ടുവന്ന് എനിക്ക് കാണേണ്ടി വരും. പാവം പിടിച്ചൊരു കൊച്ചിനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിട്ട് നിങ്ങളൊരു സ്ത്രീയാണോ? 2 പെൺമക്കളെ പ്രസവിച്ച സ്ത്രീയാന്നല്ലേ നിങ്ങൾ പറയുന്നേ? നിങ്ങളുടെ പെൺമക്കള് ജയിലിൽ പോയി കിടക്കുന്നത് നിങ്ങൾ എന്താ ആലോചിക്കാത്തെ? എടി, അങ്ങനെ ഇപ്പൊ ഒരാൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പെങ്കുച്ചിനെ കെട്ടാൻ പറ്റുമോ? ഈ മാരേജ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അതൊരു ലോങ് ടൈം ബിസിനസ് ഒന്നല്ല, അതൊരു ലോങ് ടൈം ലൈഫ് അല്ലേ. എടാ, ഞാനുമായിട്ട് അങ്ങനെ ഒരു ലൈഫ് നീ ആഗ്രഹിച്ചിരുന്നോ? എടി, ഉള്ള കാര്യം പറയാലോ, കള്ളം പറയാൻ എനിക്ക് അറിയത്തില്ല. ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം ബാലുവിനെ നിനക്ക് വേണ്ടി പറഞ്ഞുറപ്പിച്ചതാണെന്ന് ഈ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം. അവൻ ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടെങ്കിലും ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായത് നിനക്കല്ലേ. അതിൽ നീ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തിൽ നിന്ന് ഒരാളും ഇനി നിന്നെ കല്യാണം കഴിക്കാൻ വരത്തില്ലെന്നും പറഞ്ഞ് വലുതാക്കി വെച്ചിരിക്കായിരുന്നല്ലോ ഇവിടെ എല്ലാവരും. അങ്ങനെ പലരും പറഞ്ഞപ്പോ എനിക്കൊരു വാശങ്ങ് തോന്നി. നിനക്ക് ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പയ്യൻ വേണം. ഞാൻ അതാ ചെന്ന് അമ്മായിയോടും മാമനോടൊക്കെ ഓക്കെ പറഞ്ഞത്. അവരതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുകയും ചെയ്തു. പിന്നെ അന്ന് ആമിയുടെ അടുത്ത് വന്ന് സ്വത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അത് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി തന്നെയാ. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് പോവായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ കൽത്തോട്ടത്തിന്റെ ബിസിനസ് വേറെ ലെവലിൽ എത്തിക്കണം എന്നുള്ളൊരു സ്വപ്നം എനിക്കുണ്ടായിരുന്നു. എന്തായാലും അതിനേക്കാളും വലിയൊരു ലെവലിലേക്കാ ഇപ്പൊ നീ പോയിരിക്കുന്നത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഈ കൽത്തോട്ടവും സൊനാലിയും കൂടെ ചേർന്ന ഒരു അടിപൊളി ഫ്യൂച്ചർ ഉണ്ടാവും മോളെ. പിന്നെ മാഡം വലിയ ആളൊക്കെ ആവുമ്പോ ഈ പാവത്തിന് വല്ല ജോലിയൊക്കെ തരണേ. അവസാനം ചവിട്ടി പുറത്താക്കരുത് കേട്ടാ. ഞാൻ ഭയങ്കര ലക്കിയാന്നൊക്കെയാ പറഞ്ഞേ. എല്ലാവർക്കും അസൂയായിരുന്നു. ഇനിയിപ്പൊ എന്ത് കള്ളം പറയൂന്നാ? താൻ കള്ളമൊന്നും പറയണ്ട, ഉള്ളതങ്ങ് പറഞ്ഞാ മതി. തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം, ആ നമ്പറിങ് തന്നാ മതി. അയ്യോ, അതൊന്നും വേണ്ട. മാഷിപ്പിനി അവരോട് എന്തു പറയാനാ?
എനിക്ക് എന്റെ ഒരു സ്റ്റാഫുമായിട്ട് ഇഷ്ടമാണ്. ഞാൻ അവരെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. പിന്നെ കാര്യവും കാരണമൊന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. മാഷിനെ ബോധ്യപ്പെടുത്തണ്ടായിരിക്കും, പക്ഷെ എനിക്കുണ്ട്. ഞാൻ അവരോടെല്ലാം പറഞ്ഞിരിക്കുന്നതേ വേറെ കുറെ കാര്യങ്ങളാ. അതുകൊണ്ട് തൽക്കാലം ഫംഗ്ഷൻ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തോന്ന് ഞാൻ പറയാം. അതുവരെയെങ്കിലും മാഷ എന്റെയാന്ന് എന്റെ മനസ്സൊന്ന് വിചാരിച്ചിരുന്നോട്ടെ. മാഷെ കുടിക്ക മാഷെ. ഒരു കുഴപ്പമില്ല മാഷെ. സീരിയലിൽ കാണുന്നത് പോലെ പണി തരാൻ വേണ്ടിയൊന്നുമല്ല. മാഷ എന്നെ വേണ്ടെന്ന് വെച്ചെങ്കിലും എനിക്ക് മാഷിനെ മനസ്സിൽ നിന്ന് കളയാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നല്ലേ നമ്മളൊട്ട് മാച്ചല്ലാന്ന്. എന്റെ മമ്മിയും ചേച്ചിയും കൂടെയാ എന്നിങ്ങനെ വഷളാക്കിയത്. മാഷ് എന്നെ തേച്ചിട്ട് പോകുന്ന പലതവണ എനിക്ക് തോന്നിയതാ. എന്നാലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ റിംഗ് എക്സ്ചേഞ്ചിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തപ്പോ. അതിനു മുമ്പെങ്കിലും മാഷിന് എന്നോടൊരു വാക്ക് പറയായിരുന്നു. ശരി മാഷെ, കുടിക്ക്. ഗുഡ് നൈറ്റ്. മാഷെ, ഇനി എന്നെ ജോലിന്നും പുറത്താക്കോ? താൻ സോനാലിയുടെ സ്റ്റാഫ് തന്നെയായിരിക്കും. ശരി, ഗുഡ് നൈറ്റ്. ഈ കല്യാണം നടത്തരുത്, മുടക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അവനെന്തിൽ എന്താ പറഞ്ഞു? അവന്റെ സെന്റിമെന്റ്സിൽ വീഴുന്നവരല്ലല്ലോ നിങ്ങൾ. എന്തുപറ്റി? അത് മമ്മ അനിയെ കൊണ്ടൊരു കൊട്ടേഷൻ കൊടുത്തില്ലായിരുന്നു. അതിന്റെ ഫുൾ റെക്കോർഡ്സും അവന്റെ കയ്യിലുണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നു. അതിപ്പോ പുറത്തു കൊണ്ടുവരുന്ന സിദ്ധു പറയുന്നേ. ഒരു കാര്യം ചെയ്യുമ്പോഴേ അത് കൃത്യമായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതിനിറങ്ങരുത്. ഈ എവിഡൻസ് ഒക്കെ വെച്ച് അവനും അവള് കംപ്ലൈന്റ് ചെയ്താൽ എല്ലാവരും കുടുങ്ങും. നിന്റെ മമ്മ അകത്ത് കിടക്കും. ഇങ്ങനെയുള്ള കൈവിട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് പറയണം. പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയുന്നത് അത്ര ശരിയാ? ശിവ, അതൊന്നും അല്ല. മമ്മ അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തതാ. ഈ സിദ്ധു അതിൽ ചെന്ന് പെടുമെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അവരെ കൽത്തോട്ടത്തിലേക്കാ പോയിരിക്കുന്നത്. ആര് പറഞ്ഞു? സിദ്ധു തന്നെ എന്നോട് പറഞ്ഞത്. അതവൻ മണവാളനെ പോലെ ഉടുത്തെരിഞ്ഞു പോയത്. നാണം കെട്ടവൻ. നീ ഇനി നാട്ടിലേക്ക് പോയിക്കോ. ഇവിടെ നിന്ന് വെറുതെ നാണം കിടന്ന എന്തിന്? അതെ, നിങ്ങൾ പറയുമ്പോ വരാനും പറയുമ്പോ പോകാനും ഞാൻ ആരാ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടമുള്ള പോലെ നടക്കും. അങ്ങനെ വേണം. നിനക്കിഷ്ടമുള്ള ഒരുത്തനെ നീ ചൂണ്ടിക്കാണിക്ക്. അവരിങ്ങനെ വാശി കാണിച്ച് അവളെ കെട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പ് നീ ഒരുത്തനെ കണ്ടുപിടിച്ചോണ്ട് വാ, കൊണ്ടുവന്ന് കാണിച്ചതാ. അതെ, കല്യാണം മുടക്കുമെന്ന് ചേച്ചിയും മമ്മിയൊക്കെ ഇന്നലെ പറയുന്നത് കേട്ടല്ലോ.
ആ പദ്ധതി അങ്ങ് വിട്ടോ. എടി, അവളുടെ കഴുത്തിലെ സിദ്ധുവിന്റെ താലി വീഴത്തില്ല. അതിനുള്ള വഴി ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. നീ നോക്കിക്കോ. ചേച്ചി എന്താടി രാവിലെ വന്ന് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഈ വർക്ക് ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ആ ചേച്ചി ജോലി തീർത്തോ ഇല്ലയോ എന്ന് അറിയാനായിരിക്കും ചേച്ചിയുടെ ബോസും പപ്പയും മമ്മിയും എല്ലാവരും കൂടി കൂടും പൊളിച്ച് വന്നിട്ടുണ്ട്. സൊനാലിന്ന് എല്ലാവരും കൂടി വന്നിരിക്കുന്നു. ആരൊക്കെ വന്നടി? സാറിന്റെ പപ്പയും മമ്മിയും എല്ലാവരും ഉണ്ട്. ഒന്നേല് കല്യാണ നിശ്ചയം, അല്ലെങ്കിൽ അവിടുത്തെ കല്യാണം ഞാൻ മുടക്കിയതിന് എന്നെ ചീത്ത വിളിക്കാൻ വന്നതായിരിക്കോ? കാഞ്ചു, ഞാനില്ല അങ്ങോട്ട്, നീ ഒന്ന് പോയി ഹാൻഡിൽ ചെയ്യ്. എന്റെ ചേച്ചി ചീത്ത പറയാനൊന്നും അല്ലെന്നേ. ആ സിദ്ധു സാറിനെ കണ്ടിട്ടേ ഒരു മണവാളന്റെ ലുക്കുണ്ട്. അന്യൻ സിനിമയിലെ അമ്പിയില്ലേ, അതുപോലെ ഇരിപ്പും നടത്തമൊക്കെ. ആ മുടി അയച്ചിട്ടാലോ, റമോയെ പോലെ. എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. കാഞ്ചു, ചേച്ചി ഇങ്ങോട്ട് വന്നേ. ആ മുടിയൊക്കെ ഒന്ന് ചീവി കമ്മലൊക്കെ ഇട്ട് ഷോളൊക്കെ ഇട്ട് അവരുടെ മുമ്പിലോട്ട് വാ. വാ, നോക്കി തരാം. വന്നേ, ഇങ്ങോട്ട് വാ ചേച്ചി. വാ ഇങ്ങോട്ട്. പ്രതിഭയുടെ കാര്യം അപർണയ്ക്കും അറിയാലോ. ആ കുട്ടിയെയും വീട്ടുകാരെയും മാനം കെടുത്താൻ ഞങ്ങൾ സൊനാലിക്കാർക്ക് പറ്റില്ല. എന്നിട്ടും ഇവൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു വന്നപ്പോ ഇവന്റെ മമ്മിയും ഞാനും കൂടി ആ കുട്ടിയെയും വീട്ടുകാരെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയായിരുന്നു. ബോധ്യപ്പെട്ടോന്ന് ചോദിച്ചാ അങ്ങനെ ബോധ്യപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ സിദ്ധുവിന് ആ കുട്ടിയോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതേ കാര്യം പറഞ്ഞ് ഇവിടെ വഴക്കായിരുന്നു. മോളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടോന്ന് ഞാനും ചോദിച്ചതാ, കേട്ടില്ല. എന്റെ സാറേ, ഞാനും ഇത് തന്നെയാ പറയണത്. ഇതുങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഇതിപ്പോ എന്താന്നറിയോ, ശരത്തെന്ന് പറഞ്ഞേക്ക് നമ്മള് കല്യാണം ഉറപ്പിച്ചു വെച്ചില്ലേ, അതെന്റെ മൂത്ത ആങ്ങളെ കൃഷ്ണേട്ടന്റെ മോനാണേ. അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഞങ്ങള് പെട്ട പാട്, നാണം കിട്ടുപോയിന്നേ. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, എല്ലാം സന്തോഷായിരിക്കുന്നു. അല്ല, ഈ മോതിരം വിരലിലിട്ട് ആയുഷ്കാലം മുഴുവൻ ജീവിച്ചാലോ? ആണോ? അപ്പൊ പ്രശ്നമെല്ലാം തീരുവല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. റിംഗ് എക്സ്ചേഞ്ച് ആയിട്ട് നടത്തണ്ട, മാരേജിനായിട്ട് ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യാം. ഞാൻ പോയിട്ടെ പപ്പയോട് ഇപ്പൊ തന്നെ പറയട്ടെ. അതെ, ആയുഷ്കാലം മുഴുവൻ തന്നെ പോലെ ഒരു പെണ്ണിന്റെ ഒപ്പം ജീവിച്ച് ജീവിതം നരകമാക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ ആയുഷ്കാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാനല്ലേ തനുശ്രീയെ ബാംഗ്ലൂർ ഹോസ്റ്റലിന് മുന്നിന്ന് ബൈക്കിൽ വിളിച്ചു കയറ്റി ദീർഘദൂര യാത്ര പോയത്? സാറിന്റെ കൂടെ ജീവിച്ച് യാത്ര ചെയ്ത് തീർക്കാൻ ഈ അപർണ ഭാഗം ആകത്തില്ല സാറേ. അത് തനുശ്രീയെ പോലൊരു പെണ്ണിന് മാത്രമേ പറ്റൂ. അതുകൊണ്ട് അതുപോലൊരു പെണ്ണിനെ സാറ് കണ്ടെത്താൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. അതുവരെ ഈ മോതിരയിടൽ ചടങ്ങിന്ന് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കിത്താ പ്ലീസ്. ഞാൻ സാറിന്റെ കാല് പിടിക്കാം പ്ലീസ്. അങ്ങനെയാണെങ്കിൽ കല്യാണം അങ്ങ് നടത്തിയിട്ടേ 2 മാസത്തിനുള്ളിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു ഡിവോഴ്സ് അങ്ങ് കൊടുത്താലോ? അത് കൊള്ളാം, അത് ബെസ്റ്റ് ഐഡിയ. ഇപ്പൊ നാട്ടിൽ സ്ഥിരമായി നടക്കുന്ന പരിപാടിയാ. മാത്രല്ല, രാജ്യത്ത് ഈ ഫാമിലി കോർട്ട് മുഴുവൻ തുറന്നു വെച്ചിരിക്കുന്നതേ ചായക്കട നടത്താനൊന്നും അല്ലല്ലോ. വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ നമ്മളെ കൊണ്ട് ജീവിച്ചോട്ടെ. സാറിനാണേൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. കേസ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണെങ്കിൽ സാറിന് എന്റെ വക്കീലിന് കൂടി കാശ് കൊടുക്കാം. താൻ തമാശ പറയാണോ? തമാശ പറഞ്ഞൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നമ്മൾ രണ്ടുപേരും തമ്മില് ഒരു ധാരണ മാത്രം ഉണ്ടായിരുന്നത്. അത് സാർ അങ്ങ് വഷളാക്കി. വേഷവും കെട്ടി പപ്പയും അമ്മയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എന്നോടൊരു വാക്ക് പറയണായിരുന്നു, ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവൂന്ന്.
വിവേകവും വിദ്യാഭ്യാസവും ലോകപരിചയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആവണം. സാറിനെ പോലുള്ളവരുടെ തലയിലെ ബിസിനസ് മാത്രം. ഞാനൊരു പെണ്ണ. എന്റെ ഫാമിലി ലൈഫ് വെച്ച് സിദ്ധു സാർ കളിക്കരുത്. എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും സാർ സാക്ഷിയല്ലേ? അല്ലേ? താൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ എന്തോ തെറ്റിയതുപോലെയാണല്ലോ. ഞാൻ തന്റെ പുറകെ പ്രണയാഭ്യർത്ഥന നടത്തി വന്നോ? ഇല്ലല്ലോ. താൻ എന്റെ സ്റ്റാഫ് മാത്രോ? സ്റ്റാഫിന്റെ സ്ഥാനത്ത് നിന്നാ മതി. അതെ, മതിയായിരുന്നു. സാറിന്റെ സ്റ്റാഫിന്റെ സ്ഥാനത്ത് മാത്രം നിൽക്കണായിരുന്നു. എന്റെ കുഴപ്പാ, എന്റെ മാത്രം കുഴപ്പം. സാർ ഒഫീഷ്യൽ മീറ്റിംഗിനെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴൊക്കെ ഞാൻ വെറും സ്റ്റാഫ് മാത്രം ആവണമായിരുന്നു. വണ്ടി തട്ടി വീണപ്പോഴും നോക്കാൻ ആളില്ലാതിരുന്നപ്പോഴും ഞാൻ എന്റെ വഴി നോക്കി അങ്ങ് പോണായിരുന്നു. പോണായിരുന്നു. എന്താ പോവായിരുന്നേ? ഞാൻ വിളിച്ചപ്പോ എന്റെ മുറി കയറി വന്നത് എന്തിനാ? എന്റെ വണ്ടി കയറി വന്നത് എന്തിനാ? സ്റ്റാഫിന്റെ സ്ഥാനത്ത് തന്നെ നിക്കണായിരുന്നു. അപ്പു, നമുക്കേ ഈ എൻഗേജ്മെന്റ് നമ്മുടെ പഴയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയല്ലോ. ബാക്കിയുള്ള കംപ്ലീറ്റ് കൺവെൻഷൻ സെന്റേഴ്സും ബുക്കിംഗാ. ഇതാവുമ്പോ സെൻട്രലൈസ്ഡ് AC ആണ്. നല്ല സ്റ്റൈലം പരിപാടിയായിരിക്കും. എടാ, ഓഡിറ്റോറിയം ഒക്കെ നമുക്ക് കല്യാണത്തിന് ആലോചിക്കാം. നിശ്ചയം ഇവിടെ വെച്ച് മതി. ഇവിടെ ആകുമ്പോ ഇഷ്ടംപോലെ സൗകര്യം ഉണ്ടല്ലോ. ഓക്കെ, സെറ്റ്. പക്ഷേ പ്രോഗ്രാം മൊത്തത്തില് ഒരു ഈവന്റ് മാനേജ്മെന്റിന് കൊടുക്കാം. അവരാവുമ്പോ ഡെക്കറേഷൻ അങ്ങനെ സകല പരിപാടികൾ അവർ നോക്കിക്കോളും. നമ്മളൊന്നും അറിയണ്ട. അപ്പു പറയുന്നത് ചടങ്ങ് അധികം വിപുലമായിട്ട് വേണ്ടെന്നാ. അതെന്തുവാടി അങ്ങനെ? എടാ, എനിക്കിപ്പോഴും പറയാനുള്ളതേ, ഉടനെ എൻഗേജ്മെന്റ് നടത്താതെ കല്യാണത്തിന്റെ സമയമാവുമ്പോ നമ്മളത് ആലോചിച്ചാ പോരെന്നാ. അതെ, ഈ കല്യാണം നടത്താൻ പോകുന്നതിന്റെ കുടുംബസ്വത്വം എടുത്തിട്ടല്ലോ. അത് ഞങ്ങളങ്ങ് നടത്തിക്കൊള്ളാന്നേ. നീ ഒരു അക്ഷരം ഇണ്ടാതെ പറയുന്നത് കേട്ടങ്ങ് നിന്ന് തന്നാ മതി. പിന്നെ ഈ വിവാഹ നിശ്ചയം എന്നൊക്കെ പറയുന്നതേ രഹസ്യമായിട്ട് നടത്തേണ്ട കാര്യമൊന്നുമല്ല. ഈ പഴമക്കാര് ഇത്തരം ചടങ്ങുകളൊക്കെ വെച്ചിരിക്കുന്നതേ ചില കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാ. പരസ്പരം മാലയിട്ട് ഭാര്യ ഭർത്താക്കന്മാരാവുന്നത് രണ്ട് വ്യക്തികളാണെങ്കിലും രണ്ട് കുടുംബങ്ങൾ ഒന്നാവുന്ന പരിപാടിയാണ് മോളെ ഈ കല്യാണം. അതിനുള്ള മുന്നൊരുക്കമാണ് ഈ വിവാഹ നിശ്ചയം. പിന്നെ നിന്റെ ഭർത്താവാകാൻ പോകുന്നത് സൊണാലി ബംഗ്ലാവിലെ സിദ്ധാർത്ഥ നാരായണനാ. അവന്റെ വീട്ടിൽ തന്നെയുണ്ട് 2 കാറിനുള്ള ആളുകള്. അവരെല്ലാരും കൂടി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ വിളക്കിൽ ഒരു തിരിയും 2 സാമ്പ്രാണിയും കത്തിച്ചു വെച്ച് നിന്നാലേ അവിടെ കൊച്ചാവാൻ പോകുന്നത് നീയും ഞാനും മാത്രമല്ല, ദേ ഈ ആമയും കൂടിയാ. അതുകൊണ്ട് നടത്തേണ്ട രീതിയിൽ കാര്യങ്ങൾ നടത്തണം. ഇനി അതല്ല, ഇക്കാര്യത്തിൽ നിനക്ക് നമ്മുടെ ആമയുടെ കണ്ണീരും മനപ്രയാസമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അതെ സാറുമാരെ, എനിക്ക് ഇച്ചിരി മനസ്സമാധാനത്തോടെ ഈ വർക്ക് ഒന്ന് ഫിനിഷ് ചെയ്യണം. ഒരു പ്ലാനിങ്ങുമായിട്ട് ഇറങ്ങിയിരിക്കും. കണ്ടോ, ഇവളിങ്ങനെയാ ഇപ്പൊ കണ്ടു. ഇതൊക്കെ എന്ത് അവളങ്ങനെയൊക്കെ പറയും. നമ്മൾ അവളെ സെറ്റാക്കൂലേ? സിമ്പിൾ പരിപാടി. ഞാനൊരു കാര്യം ചെയ്യും, നമുക്ക് മറ്റവന്മാരൊക്കെ ഒന്ന് വിളിച്ചിട്ട് കാര്യം സെറ്റാക്കാം. അതെ പോയി ഞങ്ങളതങ്ങ് ഉറപ്പിക്കുവാണേ. നിന്റെ മാരേജ് ഫിക്സ് ചെയ്തു? മാരേജോ? അതൊന്നും ഫിക്സ് ആക്കിയിട്ടൊന്നുമില്ല. നിന്റെ റിംഗ് എക്സ്ചേഞ്ച് ആണോ? അങ്കിൾ അതൊക്കെ ഡിസ്കഷനിൽ നിൽക്കുന്നേ ഉള്ളൂ. അല്ല, 27-ാം തീയതി റിംഗ് എക്സ്ചേഞ്ച് ആണെന്ന് അറിഞ്ഞു.
ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. പപ്പ വിളിച്ചോ? ഇല്ല. എടാ, വേറെ എത്രയോ പെമ്പിള്ളേരുണ്ടായിരുന്നു. നീ ഈ സ്റ്റാഫിനെ തന്നെ കല്യാണം കഴിക്കുന്നത് എന്തിനാ? ഞങ്ങളെ ഞാൻ സ്റ്റാഫിന് കല്യാണം കഴിക്കുന്ന അത്രയ്ക്ക് വിഷമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, പപ്പയോട് പറഞ്ഞ് ഇതൊന്ന് മാറ്റി വെക്കാൻ പറ്റുമോ? പറ്റുമോ അങ്ങളെ? അങ്ങളെ പറ്റില്ലല്ലോ. ശരി, ഓക്കെ. അപ്പൊ ശരി അങ്ങളെ, വെച്ചോ. ഏത് നേരത്തോളുടെ ഐഡിയ കേട്ടിറങ്ങാൻ തോന്നി. വൈവാഹിക എന്തായെന്നറിയാനായിരിക്കും.